ജലബോംബാണ്, അല്ലെങ്കിൽ വാട്ടർ ബോംബെന്ന് അതോറിറ്റിക്കാർ പറയുന്നു. 1945 ഓഗസ്റ്റ് മാസം 5-ാം തീയതി അമേരിക്ക ഷിക്കാഗോയിലെ നാഗസാക്കിയിലും ഇട്ട വർഷിപ്പിച്ച അണുബോംബ്, ആറ്റം ബോംബ്, ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ പൊലിഞ്ഞത് നമ്മളെല്ലാരും അറിഞ്ഞ വാർത്തയാണ്. അതിനേക്കാളും എത്രയോ ഭീതിജനകമാണ് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ. എന്നാൽ ഇന്ന് രാത്രി പാൽക്കാലം ഈ സായൻസ് ഞാൻ വിളിച്ചു പറയട്ടെ സ്നേഹിത, ഇതിനെല്ലാം കാരണം മനുഷ്യന്റെ പാപമത്രേ. മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവനെ വീണ്ടെടുക്കുവാനാണ് നസറനായ യേശുക്രിസ്തു ഭൂമിയുടെ പരത്തിലേക്ക് ഇറങ്ങി വന്നത്. അതിലഘുവായ രീതിയിൽ ഞങ്ങളുടെ സ്നേഹിതന്മാർ സ്കിറ്റായി ഇവിടെ അവതരിപ്പിച്ചു. യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ ഒരു നിത്യജീവൻ ലഭ്യമാകത്തുള്ളൂ. ഈ സ്വാതന്ത്ര്യം വാസ്തവത്തിൽ നമുക്ക് നൽകിത്തരുന്ന ഒരു പാഠമുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്ര സന്ധിക്കില്ല സമരം നടത്തിയ ഇന്ത്യയുടെ കാവൽ മാലാഖമാർ തങ്ങളുടെ ശരീരത്തെ, തങ്ങളുടെ ജീവന് ഈ മണ്ണിൽ കൊടുത്തപ്പോൾ, അവരുടെ കല്ലറകൾ ഇന്ന് മടങ്ങി നടക്കുമ്പോൾ, ഞങ്ങളുടെ നിത്യ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, നിത്യ സമാധാനത്തിനു വേണ്ടി കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുവിന്റെ ഭൗതിക ശരീരം ഈ ലോകത്തിലില്ല. അവൻ കല്ലറയിലില്ല. കല്ലറ പിളർന്ന് എന്റെ അറിവനാഥൻ ഉയർത്തെഴുന്നേറ്റു. പല മഹാന്മാരുടെയും കല്ലറകൾ ഈ മണ്ണിൽ ഇന്ന് മടങ്ങി കിടക്കുമ്പോൾ തുറന്നു കിടന്ന ഒരേ ഒരു കല്ലറയേ ഉള്ളൂ. ലോക ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായി തരംതിരിച്ച് ചരിത്രത്തിന്റെ കേന്ദ്രബിന്ദുവായി നിലനിന്ന അതുല്യ പ്രഭുവായ യേശുക്രിസ്തുവിനെ, ആ യേശുക്രിസ്തു എങ്ങനെയാ നമുക്ക് വേണ്ടി ജീവൻ അൽപ്പിച്ചത്? യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പാപിയായ മനുഷ്യനെ സ്നേഹിച്ച് പാപം ചെയ്യലെന്ന് പഠിപ്പിച്ച് ഭക്തന്മാർക്ക് വിടുതലും കുരുടർക്ക് കാഴ്ചയും കൊടുത്ത യേശുക്രിസ്തു, പാപം ചെയ്യലെന്ന് പഠിപ്പിച്ച യേശുക്രിസ്തു ഗെത്സമനിയിൽ വെച്ച് പിടിക്കപ്പെട്ട് ഗബദ എന്ന കൽത്തളത്തിന്റെ 12 പടവുകൾ ചവിട്ടിയിറങ്ങി. വില്ലുപോലെ വിളച്ചു വെച്ച യേശുവിന്റെ ശരീരത്തെ ഉഴവ് ചാലുപോലെ അടിച്ചു കീറി. പാപം ചെയ്യാത്തവൻ കുറ്റം ആരോപിക്കപ്പെട്ട് കണ്ണുകെട്ടി കരണത്തടിപ്പിച്ചു കാർക്കിച്ചു തുപ്പി പറ നിന്നെ തല്ലിയതാരെന്ന് പറ എന്ന് പറഞ്ഞ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു വാക്കുപോലും മിണ്ടാതെ നിന്ന അരുമ മണവാളനായ യേശുക്രിസ്തു